നാട്ടിൽ പോയി സെറ്റിൽഡ് ആകണം, ഇനി കുടുംബത്തോടൊത്ത് സമയം ചെലവഴിക്കണം. ഇത് എല്ലാ പ്രവാസികളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ ഇതൊക്കെ മതി, ഇനി നാട്ടിൽ പോയി സെറ്റിൽഡ് ആകാം എന്ന് വിചാരിച്ച് നാട്ടിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് സ്വയം ചോദിക്കേണ്ട ഏതാനും ക്വസ്റ്റ്യനുകളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തിയില്ലെങ്കിൽ, വ്യക്തമായിട്ട് പ്ലാനിങ് ഇല്ലാതെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും ഗൾഫിലേക്ക് വിസ എടുത്ത് വന്ന വ്യക്തികളെ പോലെ താങ്കളുമാവും. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച് ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നാൽ ഇത് നടപ്പിലാക്കേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രവാസ ജീവിതം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വരുമാനം ഇല്ലാതാകാനാണ്. പക്ഷെ വരുമാനം ഇല്ലാതാകുന്ന സമയത്തും നമ്മുടെ ജീവിത ചെലവുകളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പ്രായം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവുകൾ കൂടും. ഇനി മക്കളുടെ ഭാവി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമ്മളെ സംബന്ധിച്ചില്ലെങ്കിൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നാട്ടിൽ വന്ന് ഒരു അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഡെറ്റ്. അതായത് നമുക്ക് കടബാധ്യതകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഗൾഫിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനമുണ്ട്. ഇനി നാട്ടിൽ വന്ന് താങ്കൾ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വരുമാനമായിരിക്കും നാട്ടിൽ താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വരുമാനം കൊണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും EMI എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കടബാധ്യതകളൊന്നും ഇല്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഒരു മിക്കവരും നാട്ടിൽ വന്ന് സെറ്റിൽ ആകുന്ന ഒരു 45-50 അല്ലെങ്കിൽ 55-60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള, കാരണം നമ്മളെ ഏജ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് ശാരീരികമായിട്ടുള്ള പല രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് കൂടുതൽ ചെലവുകൾ വരാൻ പോകുന്നത് നമുക്ക് ഹെൽത്ത് മേഖലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കണം. ഇപ്പൊ ഒരുപക്ഷെ ഇപ്പൊ താങ്കൾ ഗൾഫിലായിരുന്ന സമയത്ത് താങ്കൾക്ക് അവിടുത്തെ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ താങ്കൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നതോടുകൂടി ആ ഇൻഷുറൻസ് അവിടെ ഇൻവാലിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആവുന്നതിന് മുമ്പ് സഫീഷ്യന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മാക്സിമം താങ്കൾക്ക് എത്ര അഫോർഡബിൾ ആണോ അത്രയും വലിയ സമോഷയുടെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഒരു പാസീവ് ഇൻകം സോഴ്സ് ഉറപ്പുവരുത്തുക എന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ അവിടുന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം സോഴ്സ് ഇല്ലാതായി പോണേണ്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള കോർപ്പസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മളുടെ എമൗണ്ട് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ എമൗണ്ട് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ താങ്കൾ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ജോലി ഒന്നും ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ, താങ്കളുടെ മൊത്തം വരുമാനം ഈ പറഞ്ഞ ഒരു പാസീവ് ഇൻകം സോഴ്സിൽ നിന്ന് തന്നെ കണ്ടെത്താവുന്ന രീതിയിൽ താങ്കൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഈ പാസീവ് ഇൻകം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സപ്പോസ് താങ്കളിപ്പോൾ 55-ാമത്തെ വയസ്സിലാണ് താങ്കൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നു എന്ന് വിചാരിക്കാം.
താങ്കൾ ഇപ്പോൾ ഒരു സപ്പോസ് 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു 35 വർഷം ഈ താങ്കളിപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാലും ചെലവ് കൂടും. അപ്പൊ ചെലവ് കൂടുന്നതിനനുസരിച്ച് ഇത്രയും നാള് നമുക്കൊരു റെഗുലർ ക്യാഷ് ഫ്ലോ വരുത്താനുള്ള ഒരു കോർപ്പസ് ഇവിടെ കണ്ടെത്തണം. അത് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഇനി സപ്പോസ് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് എന്തെങ്കിലും നാട്ടിൽ വന്ന എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾക്ക് ഗൾഫിൽ കിട്ടുന്നതിന്റെ ചിലപ്പോൾ ഒരു 5-1 10-1 വരുമാനമായിരിക്കും ചിലപ്പോൾ നാട്ടിൽ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം താങ്കളെ സംബന്ധിച്ച് സഫീഷ്യന്റ് ആയിട്ട് ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് ഉറപ്പുവരുത്തുക എന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ താങ്കൾ ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഒരു ദീർഘനാള് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ താങ്കളുടെ ഈ പ്രതീക്ഷയിൽ പെടാത്ത പല എക്സ്പെൻസുകളും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മിനിമം ഒരു 6 months to 1 year ഒരു തുക, അതായത് താങ്കൾ ഇപ്പോൾ ഒരു മാസം ഇപ്പൊ ഒരു 50,000 രൂപ ചെലവുണ്ടെങ്കിൽ ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ, ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ. ഒരു 3 ലക്ഷം രൂപ തുടങ്ങി ഒരു 6 ലക്ഷം രൂപയെങ്കിലും പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇപ്പൊ നമ്മുടെ ബാങ്ക് FD ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നമ്മൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് താങ്കൾ പ്രതീക്ഷിക്കാത്ത പല എക്സ്പെൻസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എല്ലാം എമൗണ്ട് വിഡ്രോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അടുത്തായിട്ട് 5ാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചൈൽഡിന്റെ ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു മിക്കവരും നാട്ടിൽ വന്ന് സെറ്റിൽ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷമായിരിക്കും. ആ സമയത്ത് ഈ മക്കളുടെ ഇപ്പൊ ഹയർ എഡ്യൂക്കേഷൻ, ചിലപ്പോൾ മാരേജ്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മിക്കവരും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പൊ 45 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ് ഒക്കെ ഉള്ള സമയത്താണ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ മക്കളുടെ ഹയർ എഡ്യൂക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മാരേജോ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ റിട്ടയർമെന്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഫ്യൂച്ചർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള എമൗണ്ട് സെപ്പറേറ്റ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഈ നാട്ടിൽ ജോലി ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്കവർക്കും തന്നെ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ താങ്കൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് കുറച്ച് നാളും കൂടി ഗൾഫിൽ നിന്നിട്ട് ആ ഒരു മേഖല ക്ലിയർ ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്കവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇവര് എടുത്തു ചാടി നാട്ടിൽ വന്ന് സെറ്റിൽ ആവും. 2-3 വർഷമൊക്കെ അവർക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴേക്കും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം തീരും. അതിനുശേഷം ഗതികെട്ട അവസ്ഥയിലേക്ക് വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ താങ്കൾക്ക് വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒന്ന്, കടബാധ്യതകൾ പൂർണ്ണമായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. 2ാമതായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 3ാമതായിട്ട് ഇപ്പൊ നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം, താങ്കളുടെ ഇൻകത്തെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പാസീവ് ഇൻകം അടുത്ത ഒരു 20-30 വർഷം കിട്ടാനുള്ള വകുപ്പുകൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ 4ാമതായിട്ട് അത്യാവശ്യം വേണ്ട ഒരു എമർജൻസി ഫണ്ട് കരുതണം. 5ാമതായിട്ട് ഇപ്പൊ നമ്മളെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്, ഈ പറഞ്ഞ സംഭവങ്ങൾ കൂടാതെ എക്സ്ട്രാ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് താങ്കൾ നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി താങ്കൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് സർവീസ് വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് 9 ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.